പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. സർവാധിപതിയും സർവശക്തനും സർവത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനുമായ സർവേശ്വര, ഈ പ്രഭാത സമയത്ത് എൻ്റെ മക്കളായ ഞങ്ങൾ അങ്ങയുടെ പൊന്നു തൃപ്പാദങ്ങൾ അടുത്തു വന്ന് നിന്റെ കരുണയ്ക്കും കൃപയ്ക്കും വേണ്ടി യാചിക്കുന്നു. നിന്റെ ധാരാളമായ കൃപയാലും കാരുണ്യത്താലും നിന്റെ മക്കളായ ഞങ്ങളെ സന്ദർശിച്ച് അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവിനാൽ അനുഗ്രഹിതരെ 13-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഈ പ്രഭാതകാലത്ത് നമുക്ക് ചിന്തിക്കാം. ക്ലേശഭൂയിഷ്ടമായ പരിസ്ഥിതിയിൽ പരിഭ്രമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ വിലാപഗീതം വേദനയിലും നിരാശയിലും സഹായം അപേക്ഷിക്കുന്ന കവി ദൈവത്തിൻ്റെ രക്ഷയിൽ ആനന്ദിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഈ സങ്കടകീർത്തനം എഴുതിയ സന്ദർഭമോ സങ്കീർത്തനക്കാരൻ്റെ ശത്രുക്കൾ ആരെന്നോ വ്യക്തമല്ല. പക്ഷെ പരാതിയെല്ലാം യഹോവയോട് ആണ്. സകല ആശ്രയവും യഹോവയിൽ തന്നെ. ദാവീദ് എഴുതുകയാണെന്ന് തലക്കെട്ടുള്ള സ്ഥിതിക്ക് ശൗലിന്റെ ശത്രുതയുടെയും വധശ്രമത്തിൻ്റെയും പ്രതിശ്രുതിയാണ് ഇതിൽ കേൾക്കുന്നതെന്ന് നമുക്ക് തീർച്ചയായും അനുമാനിക്കുകയും ചെയ്യാം. ദാവീദിന്റെ ഏത് ജീവിതാനുഭവത്തെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്ന് വ്യക്തമല്ല. ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രലപനമായിട്ടല്ല, ജീവിതത്തിൽ പ്രതിസന്ധികളും കഷ്ടതകളും അഭിമുഖീകരിക്കുമ്പോൾ ഏത് വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ചിന്തകളായി ആവിഷ്കരിക്കപ്പെടുന്നു. അന്ധകാരത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ദിനങ്ങൾ വ്യക്തികൾക്കും സമൂഹത്തിനും ഉണ്ടാകാം. അതിനെ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി എന്ന് വിശേഷിപ്പിക്കാറുമുണ്ട്. ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാനാവുന്നതുമല്ല. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് സങ്കീർത്തനക്കാരനോടൊപ്പം ദൈവപുത്രനും ചോദിച്ചിട്ടുള്ളതാണ്. തീരാത്ത ദുഃഖത്തിൽ സങ്കീർത്തനക്കാരൻ 4 പ്രാവശ്യം എത്രത്തോളം എന്ന് പരാതിപ്പെട്ടതിൽ അതിശയിക്കാനോ കുറ്റപ്പെടുത്തുവാനോ ഇല്ല. നമ്മുടെ പ്രാർത്ഥനയെ നാം ഇപ്രകാരം ചൊല്ലുന്നു: കർത്താവേ, നിന്നെ സ്തുതിക്കുന്നതിൽ നിന്ന് മൗനമായിരിക്കാനും നിന്നെ പുകഴ്ത്തുന്നതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാനും ഞങ്ങൾക്കിടയാകരുത് എന്നുള്ള പ്രാർത്ഥന അന്വർത്ഥമാക്കണം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയജനത്തോട് പറയാനുള്ളത്, തൻ്റെ പ്രിയ ശിഷ്യന്മാരെ വേലയ്ക്കായി അയക്കുന്ന സമയത്ത്, സുവിശേഷ വേലയ്ക്കായി അയക്കുന്ന സമയത്ത് നമ്മുടെ കർത്താവ് അവരോട് പറയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:16, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കും. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യേ തളർന്നു പോവുകയും തീരെ ശിശുക്കളെ പോലെ പ്രലപിക്കുന്ന ഒരവസ്ഥ നമുക്ക് നന്നല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കവുമായിട്ട് ജീവിപ്പാനായിട്ട് നാം ആലോചിച്ച് ദൈവാശ്രയബോധത്തോടെ പ്രശ്നങ്ങളെ നേരിടുവാൻ പഠിക്കണം. കർത്താവ് പറഞ്ഞില്ല ചെന്നായ്ക്കളെ എല്ലാം ഓടിച്ചു കളഞ്ഞ് തന്നേക്കാമെന്ന്. പക്ഷേ നമുക്ക് ദൈവം തമ്പുരാൻ ശക്തി നൽകിയിട്ടുണ്ട്. ആ ദൈവകൃപ നമ്മിൽ ഉണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ് വേണ്ടത്. നമുക്കുള്ള എല്ലാവരെയും നാം ശത്രുക്കളാക്കുന്ന പ്രവണത നമ്മുടെ നാശത്തിലെ ചെന്നെത്തിക്കുക എന്നുള്ള കാര്യം നാം പ്രത്യേകിച്ച് ഓർക്കണം. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രശ്നത്തെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് കഴിയും. അതിന് തക്കവണ്ണം ജീവിപ്പാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്ക് ചുരുക്കുന്നു.